ഇത് ജെറുസലേമാണോ? ഓ മൈ ഗാഡ്, കാണുന്നില്ല നമ്മളെ സാധനം കോമ്പൗണ്ടാണ് അലക്സ അത്. ആ കോമ്പൗണ്ടിലുള്ള സാധനമാണ്. ഓ മൈ ഗാഡ്, ഇവിടുന്നാണ് നമ്മളെ ബുറാക്കിനെ കെട്ടിയിട്ടിട്ട് പറന്നു പോയത്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ മതേതര കേരളം, നമ്മുടെ മലയാള മണ്ണ്, ഒരു കാലത്തെ നമ്മൾ ഉമാഭാരതിയോ അല്ലെങ്കിൽ ബാൽ താക്കറെയോ അല്ലെങ്കിൽ അഡ്വാനിയോ അല്ലെങ്കിൽ യോഗിയോ ഇതൊന്നുമല്ല നമ്മളെ ഈ മതേതര ഇതിൽ നല്ലവരായ ഹിന്ദു സുഹൃത്തുക്കൾ, നല്ലവരായ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ, നല്ലവരായ മതമില്ല നിരീശ്വരവാദത്തിൽ നടക്കുന്ന സുഹൃത്തുക്കൾ, ഇവരൊന്നും ഇസ്ലാമിനെ ഇത്ര കൊത്തി വലിക്കുന്ന ഞാൻ എൻ്റെ ഈ ഹിസ്റ്ററിയിൽ കേട്ടിട്ട് കണ്ടിട്ടുമില്ല. എന്തായി തടയിടാത്ത ആരുമില്ലേ? എൻ്റെ നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കൾ അതിൽ ഇടപെടണം. കാരണം ഒരു മനുഷ്യന് അവന് കുടുംബത്തെ ആട്ടിയോടിച്ച്, കുടുംബം അവനെ ആട്ടിയോടിച്ച്, കുടുംബം ഒന്നുമില്ലാതെ ഇസ്ലാമിന് എന്തൊക്കെയോ ഏത് കാര്യം ഇസ്ലാമിനെടുത്താലും അവനൊരു ബൈത്തുൽ മുഖദ്ദസിന് മുമ്പിൽ പോയിരുന്നു കൊണ്ട് പറയുന്നതൊക്കെ അവൻ്റെ ഉമ്മ പോയി, അവൻ്റെ കുടുംബങ്ങൾ പറയും. ഇങ്ങനെ കൂട്ടും കുടുംബം ഒന്നുമില്ലാതെ ഇസ്ലാമിനെ ടാർഗറ്റ് കൊത്തി വലിക്കാനായിട്ടൊരു കൈകൻ ഇറങ്ങിയിട്ട് അത് പിന്നിൽ ആരെന്നോ കൈകനെ തുറന്നു വിടുകയായിരിക്കും. പക്ഷേ വളരെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ പറയുന്നത്. ഒന്ന് കേൾക്ക്, നിങ്ങൾ കാണി. നമ്മുടെ വിലാപമതിൽ തിരികാൻ വേണ്ടിട്ടേ ജെറുസലേമില്. അയ്യോ, ഇത് ജെറുസലേമാണോ? ഓ മൈ ഗാഡ്, കാണുന്നില്ല നമ്മളെ സാധനം കോമ്പൗണ്ടാണ് അലക്സ അത്. ആ കോമ്പൗണ്ടിലുള്ള സാധനമാണ്. ഓ മൈ ഗാഡ്, ഇവിടുന്നാണ് നമ്മളെ ബുറാക്കിനെ കെട്ടിയിട്ടിട്ട് പറന്നു പോയത്. അപ്പൊ ഞാനേ പടച്ചോനാണെങ്കിൽ നമ്മൾ എഴുതൊന്നുമില്ലായിരുന്നു, യഹോവയ്ക്കുള്ള പ്രാർത്ഥന. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതി കൊടുത്തേക്കാം. പുലിയെന്നൊക്കെ അത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും, അറബിയിലൊന്നും വേണ്ട. എഴുത്. മദ്രസ പൊട്ടന്മാർക്ക് ഇച്ചിരി ബുദ്ധി കൊടുക്കണേ നാഥ. ആമീൻ വേണോ? ആമേൻ. ആമീൻ ഇട്ടാലേ പടച്ചോനായിപ്പോ. ആമേൻ. ഓക്കെ, ഇതെന്തായാലും ഫലിച്ചിരിക്കും. കാരണം മലയാളത്തിൽ മനസ്സിലാവുന്ന നമ്മളെ മെടുക്കൻ ദൈവമാണ് യഹോവ. ഓക്കെ, ഒരു മനുഷ്യൻ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങിയതാണോ? ഇത് തുടക്കത്തിലേ തടയിടേണ്ടതായിരുന്നു, മുളയിൽ നുള്ളേണ്ടതായിരുന്നു. എന്ത് കേട്ടു കുറേ കേസ് ഒടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരു കാലത്തുള്ള ഉമാഭാരതിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പോ അമിത്ഷായോ അല്ലെങ്കിൽ യോഗിയോ ഒന്നുമല്ല ഇസ്ലാമിന്. അവരൊന്നും ഒരു ഭീഷണി, അവർ കാര്യങ്ങളേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പച്ചയായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊഞ്ഞനും കുത്തി ചിരിച്ചുകൊണ്ട് പറയുന്നു. വളരെ വേദനയോടെ ഞാൻ കാണുന്നത് കേൾക്കുന്നതൊക്കെ വളരെ വേദനയുണ്ട്. ഇതിന് തടയിടണ്ടേ? നിയമപാലകരോ നിയമപീഠത്തിലെ പേനയും ഫയലും കൈകാര്യം ചെയ്യുന്ന ആളുകളോ ആരാണ് തടയിടാൻ? അതല്ല എങ്കിൽ ഇതിൽ തുടക്കത്തിൽ ഇതിന് മുളയെന്നുള്ളാതെ ഇസ്ലാം ഭീകരവാദം എന്ന് പറയുന്നത് ഇസ്ലാം ഇവനെ ഒരു എതിർപ്പും ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാൻ നിന്നുകൊണ്ടാണ് അവൻ ഇത്ര വളർന്നത്. അപ്പം ചെയ്യേണ്ടത് നല്ലവരായ ഹിന്ദു സുഹൃത്തുക്കളും ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊക്കെ ഈ ചെങ്ങായി എന്തിനാ ഇസ്ലാമിനെ ഇങ്ങനെ തിന്നുള്ളത് ചോദിക്കാൻ ആരുമില്ലേ? അവന് ഞാനൊരു വീഡിയോ കാണിച്ചത് നിങ്ങൾക്ക്. ബൈത്തുൽ മുഖദ്ദസിലെ ഇപ്പുറത്തെ ഫ്ലാറ്റിലിരുന്ന് കൊണ്ട് കൊഞ്ഞനും കുത്തി പറയുന്നു. ഒന്ന് കേട്ടു നോക്കിയാണ്. എത്തിപ്പോയി. അല്ലെങ്കിൽ തൊപ്പിയും കൂടി വെച്ചേക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രാർത്ഥന ഫലിക്കാണ്ടായാലോ. തൊപ്പിയും വെച്ച് പോണ പോക്ക് കണ്ട, ആരും തെറ്റിദ്ധരിക്കണ്ട. കൈ വെച്ചിരിക്കുന്നതേ തൊപ്പി താഴെ പോകാതിരിക്കാനാ. ബാറുള്ളിടത്തോളം കാലം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു ജൂതത്തൊപ്പി വെക്കാൻ പറ്റുന്നില്ലല്ലോ യഹോവേ. എത്തിപ്പോയി അവസാനം. മദ്രസ പൊട്ടന്മാർക്ക് ഇച്ചിരി ബുദ്ധി കൊടുക്കണേ നാഥാ.
യെസ്, ഫലിച്ച്. ഒരു മനുഷ്യന് അവൻ്റെ എല്ലാം, അവൻ്റെ ഫുഡിങ് ടൈം ആയാലും അവൻ്റെ ക്യാമറ ടൈം ആയാലും അവൻ്റെ ഏത് ചാനൽ എല്ലാം ഇസ്ലാമിനെ കൊത്തി വലിച്ചുകൊണ്ട് അവന് എന്തൊരു അഭിമാനം കൊള്ളുകയാണോ, അവൻ്റെ ഇൻകം സാമ്പത്തിക നേട്ടമാണോ, അത് മറ്റുള്ളവരെ പ്രശംസയാണോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ ഇത്രയും ഇസ്ലാമിനെ എതിർത്ത ഒരു മനുഷ്യനും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു വാർത്തയിലും കേട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഉണ്ട്. ഇതൊന്നും ശശികലൊന്നും ഒന്നുമല്ല. ശശികലക്ക് എത്രയും ഇതിലേറെ മികച്ചതാണ്. അപ്പം ഇതിന് അവന് പിന്നെ ബിസ്മില്ലാഹിയൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു വേദനയാണ്. മദ്രസ ഞാൻ ഒരു വീഡിയോയിൽ ബാക്കി വെച്ചരാം, കേൾക്കി. അപ്പം നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മളിതിൽ വരിക നമുക്ക് ചാനലിൽ ഇൻകമിന് വേണ്ടിയല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ പൊതുജനങ്ങളിലേക്കും സാധാരണക്കാരിലേക്കും പണ്ഡിതന്മാരിലേക്കും അധികാരികളിലേക്കും എത്തിക്കാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക. അതിന് നിങ്ങളെ മനസ്സുകൊണ്ടൊരു സബ് ചെയ്ത അനീഫ കട്ടുപ്പാറ. ഗുഡ് ബൈ. കുരു പൊട്ടിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ. പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതിൽ അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. 1-2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോകുമെന്നും പറഞ്ഞിട്ടേ. ഇപ്പം പിന്നെ ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറേ നമ്മൾ കുറികൾ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പോൾ ഏതായാലും ഒരു അരവണ പായസം നമുക്ക് കിട്ടി. അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധാനമാകാം. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടോ തന്നതിന്. നമ്മളെ കുളിക കൊണ്ട് തന്നതാണ്. മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കി. യെസ്, കാണാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കൊള്ളാം. പ്രത്യേകിച്ച് ബിസ്മീൻ ചൊല്ലി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് എൻ്റെ സാറേ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒന്നും കൂടി ബിസ്മില്ലാഹി റഹ്മാനി റഹീം.